വള്ളിക്കാട് കാറിടിച്ച് യുവാവ് മരിച്ച സംഭവത്തിൽ കാറിടിച്ചത് നായയാണെന്ന് കരുതിയാണ് വണ്ടി നിർത്താതെ പോയതെന്ന് പ്രതിയുടെ മൊഴി. എന്നാൽ യുവാവിനെ ഇടിച്ചു വീഴ്ത്തിയ ശേഷം പ്രതി ബോധപൂർവം രക്ഷപ്പെടുകയായിരുന്നുവെന്ന് ജില്ലാ പോലീസ് മേധാവി കെ ബൈജു IPS പറഞ്ഞു. ഇന്ത്യയിലെ ഏറ്റവും വലിയ അമ്യൂസ്മെന്റ് പാർക്ക് ഇനി വടകരയിൽ. ഓഗസ്റ്റ് 13 മുതൽ സെപ്റ്റംബർ 14 വരെ നീണ്ടുനിൽക്കുന്ന നവകേരളം വടകര ഫെസ്റ്റ് 2025. വള്ളിക്കാട് കാറിടിച്ച് യുവാവ് മരിച്ച സംഭവത്തിൽ കാറിടിച്ചത് നായയാണെന്ന് കരുതിയാണ് വണ്ടി നിർത്താതെ പോയതെന്ന് പ്രതിയുടെ മൊഴി. എന്നാൽ യുവാവിനെ ഇടിച്ച ശേഷം പ്രതി കടന്നു കളയുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. സംഭവത്തിൽ പ്രതിയായ കടമേരി സ്വദേശി അബ്ദുൾ ലത്തീഫിനെ വടകര പോലീസ് ഇന്നലെ കോഴിക്കോട് വെച്ചാണ് അറസ്റ്റ് ചെയ്തത്. 1000-ലധികം CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷമാണ് പോലീസ് പ്രതിയെ പിടികൂടിയത്. ഈ മാസം 7-നാണ് അമൽകൃഷ്ണയെ വള്ളിക്കാട് വെച്ച് ഇന്നോവ കാർ ഇടിച്ചു തെറിപ്പിച്ചത്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന അമൽകൃഷ്ണ ബുധനാഴ്ച രാവിലെയാണ് മരിച്ചത്. യുവാവിനെ ഇടിച്ചു വീഴ്ത്തിയ ശേഷം പ്രതി ബോധപൂർവം രക്ഷപ്പെടുകയായിരുന്നു. ദേശീയപാത വഴി പോകേണ്ട വാഹനം വടകര പഴയ സ്റ്റാൻഡ് വഴി പുതിയ സ്റ്റാൻഡിലേക്ക് കയറി കോഴിക്കോട് ഭാഗത്തേക്കാണ് പോയത്. കാർ അമിത വേഗത്തിലായിരുന്നുവെന്ന് ജില്ലാ പോലീസ് മേധാവി കെ ബൈജു IPS പറഞ്ഞു. ആ രാത്രിയിലായിരുന്നു, പട്ടിയാണെന്ന് കരുതി എന്നൊക്കെയാണ് അയാളുടെ വെർഷൻ. പക്ഷെ അങ്ങനെയാണെങ്കിൽ അയാൾ നമ്മൾ സബ്സിക്വൻറ്റ് കോണ്ടാക്ട് എടുത്തപ്പോൾ അയാൾ നേരെ വഴിയല്ല പോയത്. അയാൾ പഴയ ബസ് സ്റ്റാൻഡ് വഴി പിന്നെ പുതിയ ബസ് സ്റ്റാൻഡിൽ വരുന്നു. അപ്പോൾ അതൊരു സപ്രഷൻ ഓഫ് ഫാക്ട് തന്നെയാണ്. ഇത് കണ്ടുപിടിച്ചില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ തലേ വരരുതെന്നുള്ളതാണ്. ആ പപ്പെട്ടൊരു യങ്ങറായിട്ടുള്ള ആളാണ്, 24 വയസ്സുള്ള ആ മരണപ്പെട്ട ആൾ. അപ്പോൾ ഈ വണ്ടി ഓടിച്ച ആളും പറഞ്ഞു, സാറേ നായയാണെന്ന് കരുതി, ഞാൻ നോക്കുമ്പോൾ ആരെയും കാണുന്നില്ല, അതുകൊണ്ട് ഞാൻ പോയതാണ്. രാത്രി അവിടെ നിർത്താൻ പറ്റില്ല, 10:15 എന്തെന്ന് അറിയില്ലല്ലോ, അതുകൊണ്ടാണെന്നാണ് അയാളുടെ വെർഷൻ. നമ്മൾ അതും കൂടി പരിഗണിക്കണം. ഒരു വർഷം മാത്രമല്ലല്ലോ. പക്ഷേ ഈ സംഭവം അറിഞ്ഞ് സ്വാഭാവികമായിട്ടും അയാളുടെ വെർഷൻ, ഞാൻ ഈ നാട്ടുകാരനാണെങ്കിൽ അപ്പം തന്നെ അറിഞ്ഞേനെ, ഞാൻ പറഞ്ഞേനെ, ഞാൻ അറിഞ്ഞില്ല, ഞാൻ കോഴിക്കോടാണ് ജോലി ചെയ്യുന്നത്, അതുകൊണ്ടാണെന്നാണ് അയാൾ വെർഷൻ പറയണത്. അപ്പോൾ അയാളുടെ വെർഷൻ കൂടി കേട്ടിട്ടാണ് നമ്മൾ തീരുമാനം എടുക്കേണ്ടത്. ഏകപക്ഷമായിട്ട് എടുക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ്. പക്ഷേ എങ്കിലും ഇത് അയാളുടെ ഭാഗത്ത് ലാക്സിറ്റി, നെഗ്ലിജൻസ് വന്നിട്ടുണ്ട്. അതാണ് വാഹനാപകടം ഉണ്ടായാലും അപ്പം തന്നെ റിപ്പോർട്ട് ചെയ്യുക, ബാക്കി നടപടികൾ നടത്തുക, അയാൾക്ക് ചികിത്സ കൊടുക്കുക. ഇപ്പോൾ പട്ടിയാണെങ്കിൽ അപ്പം നോക്കി ബോധ്യപ്പെടണ്ടേ? ആ പാവപ്പെട്ട ആൾ പരിക്ക് പറ്റി അവിടെ റോഡിൽ കിടക്കുകയായിരുന്നു. പിന്നെ ആരോ വന്ന അയൽവാസികൾ സൗണ്ട് കേട്ട് വന്ന് അവരാണ് ഹോസ്പിറ്റലിലാക്കിയത്. പോലീസ് ഇപ്പോൾ ഈ കേസ് തന്നെ വാഹനം കണ്ടുപിടിക്കാനായിട്ട് ആയിരക്കണക്കിന് CCTV ഫുട്ടേജ് ബാക്കിലേക്ക് എടുത്തെടുത്ത് പരിശോധിച്ചാണ്. 4 പേരുള്ള ടീമാണ്. വടകരയിലെ ഇൻസ്പെക്ടറും സബ് ഡിവിഷൻ ഓഫീസർ ഹരി എല്ലാവരും കൂടി താല്പര്യം എടുത്തിട്ടാണ് കുറേ അവരുടെ ഒരു എഫേർട്ടാണ്. അപ്പോൾ അത്രയും വേറെ ഒരു ജോലി പോലും ശ്രദ്ധിക്കാതെ ഈ ഒരു കേസിന് വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ വണ്ടിയുടെ ഇൻഷുറൻസ് ഉണ്ട്, അയാൾക്ക് പരിക്ക് പറ്റിയ ആളാണ്, അത് പോയി കാണുക ഒരു സമൂഹ മനസാക്ഷി ഞെട്ടിക്കുന്ന സംഭവമാണ്. ഇങ്ങനെ ചെയ്യരുതെന്നുള്ളതാണ് പോലീസിന് പറയാനുള്ളത്. കോഴിക്കോട് ട്രാവൽ ഏജൻസി നടത്തുകയാണ് പ്രതി. വടകരയിൽ അടുത്ത കാലത്തായി നിരവധി അപകടങ്ങളാണ് ഇത്തരത്തിലുണ്ടായത്. എല്ലാ കേസിലും പ്രതികൾ പോലീസിന്റെ വലയിലായി. ഇടിച്ചിട്ട ഇന്നോവ കാർ വിൽപ്പന നടത്തിയിട്ട് 3 മാസം പിന്നിട്ടു. RC ഓണറെ പ്രതി ചേർക്കണോ എന്ന കാര്യത്തിൽ പേപ്പർ പരിശോധിച്ച് വരികയാണ്. കാർ ഉള്ളിയേരി സ്വദേശിയുടെ ഉടമസ്ഥതയിലാണ്. സംഭവത്തിൽ തെളിവെടുപ്പിനായി പ്രതിയെ സംഭവ സ്ഥലത്തേക്ക് എത്തിച്ചു. ന്യൂസ് ബ്യൂറോ മീഡിയ വടകര. പഠിത്തമെല്ലാം കഴിഞ്ഞിട്ട് കുറെ ആയല്ലോ, ഇതുവരെ ജോലിയൊന്നും ആയില്ലേ? ഇത് കേൾക്കാത്തവർ വളരെ കുറവാണ്. എന്നാൽ ശരിയായത് തിരഞ്ഞെടുത്ത് അങ്ങനെ കേൾക്കേണ്ടി വരില്ല. അതെ, മികച്ചൊരു ഭാവിയിലേക്കുള്ള വാതിൽ തുറക്കാൻ ജോയിൻ ചെയ്യൂ. വിംസ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ 100% ജോബ് ഗ്യാരണ്ടിയുള്ള പാരാമെഡിക്കൽ കോഴ്സുകളായ BVoc MLT, RIT, CSSD, നഴ്സിംഗ് കെയർ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, DVoc നഴ്സിംഗ് കെയർ, DMLT, DRIT, ഫാർമസി അസിസ്റ്റന്റ്, ഇന്റർനാഷണൽ മോണ്ടിസറി TTC, മെഡിക്കൽ കോഡിംഗ്, ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റാലിറ്റി. വിദഗ്ധരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള ക്ലാസുകൾ, ലാബ് ഉൾപ്പെടെയുള്ള അത്യാധുനിക പഠന സൗകര്യങ്ങൾ. ഞങ്ങളുടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ട്രെയിനിംഗ് സൗകര്യം, ക്യാമ്പസ് ഇന്റർവ്യൂയിലൂടെ ജോലി നേടാനുള്ള അവസരവും ഹോസ്റ്റൽ സൗകര്യവും ലഭ്യമാണ്. ഒരു നല്ല ഭാവിയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഉടൻ തന്നെ ജോയിൻ ചെയ്യൂ. വിംസ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, പച്ചക്കറിമുക്ക്, മേപ്പയിൽ, വടകര. മത്തത്ത് പ്ലാസ ബിൽഡിംഗ്, പൈപ്പ് ലൈൻ റോഡ്, കല്ലാച്ചി.